നിങ്ങൾ കേട്ടിട്ടാ നിനക്ക് വേണ്ട അലക്കും. ഓരോ കുടുംബസംഗമോ ഓരോ ഒലക്കിയും രാന്താ പിടിക്ക് നടന്ന് മനുഷ്യന്മാർ ഇടുന്നെല്ലാം പാഞ്ഞ വർത്തി വരണം. ഓനിങ്ങനെ ഉണ്ടാക്കുമല്ലേ വേണ്ടു. നേരം പെയ്തനാണ് ബസ്സെല്ലാം കിട്ടണ്ടേ, പിന്നെ മഴയും വെള്ളവും എല്ലാം ആയിട്ട്. നേരത്തെ വന്നിനാണേ. ആ കുറച്ച് സമയായി. ഇതിനകത്തൊന്നും ഒന്നും ഇല്ലാന്ന് തോന്നുന്നു, വേറെ തുണിക്കെട്ടാന്ന് തോന്നുന്നു. സൈത വന്നില്ലേണേ? ഇല്ല വന്നില്ലല്ല. വന്നില്ല പോലും. അതന്നെ പറയുന്നത്, അത് എപ്പാമ്മനെ പിരിച്ചുവിട്ടി കൊണ്ടുവരുവാ. അതന്നെയല്ലേ പറയുന്നത്. വലിയ ആശാ വർക്കറാണ്, വലിയ ഡോക്ടറാണെന്ന വിചാരം. ഓ അത് വന്നാലും വട്ടങ്ങാറാണ് അതിനെ കൊണ്ട്. പരദൂഷണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ കിട്ടിയാൽ അപ്പുറം പോയി പറയും, അപ്പുറം പോയില്ലത് ഇപ്പുറം വന്ന് പറയും. കുടുംബസംഗമം കലക്കാനായിട്ടാ വരുന്നത്. ശരി, അത് പറഞ്ഞ അതിനെ സഹിക്കണല്ല. ഓ ആ എല്ലാരും കെട്ടിയെടുത്തിട്ടുണ്ടെന്ന് തോന്നല്ല, നേരത്തെ എത്തിന്ന് തോന്നല്ല. എന്നാണ് എല്ലാരും നേരത്തെ എത്തിനാ? വേണേ സൈതേ, എന്നാ നേരം പെയ്തിനി നിന്നെ പറ്റി പറയുമെന്ന് നമ്മള്. നിന്റെ കാതില് മാറ്റിയാ? ഓ ദിയാ നല്ല വൃത്തിയുണ്ട്. തടിയെല്ലാം മെലിഞ്ഞിനേട്ടാ. ആ നല്ലോണം തടിയെല്ലാം മെലിഞ്ഞ. വയറില്ലേ? അല്ല, അത് കുറച്ചേ ഇല്ലു. നല്ലോണം മെലിഞ്ഞിനാണേ. എന്നാ പറ്റേ? എനിക്ക് സുഖമില്ലേ? ഇല്ല, അസുഖമൊന്നുമില്ല. രാവിലെ നടക്കാനെല്ലാം പോവും, പിന്നെ അങ്ങനെ. എന്നാ ഞാനും കുറച്ച് നടന്നു നോക്കട്ടെ, എന്റെ വയറ് കുറക്കണം. നടക്കുമ്പോല്ലാം നോക്കണം, ചെളിയും മഴയെല്ലാന്ന് വീണക്കറ്. മഴയത്തെല്ലാം നടക്കുമ്പോ നോക്കണം, വീണുപോറ്. വീണാലെല്ലാം വയസ്സായില്ലേ എനിക്കെല്ലാം. ആരാ നോക്കാനില്ലത്? നിന്നാക്കാട്ടിയും 2 വയസ്സ് മുപ്പല്ല ഞാനില്ലോ അല്ലേ? അതുപോലെ തന്നെ നമ്മളിപ്പോ ഗ്ലാമറിന്റെ അല്ലേ, എന്ത് വീഴല്. അതെ. ഓ ചായയെല്ലാം കൊണ്ടുവരുന്നുണ്ടല്ലോ. ഇത് വെള്ളക്കാരിയെല്ലാം ചുട്ടിനി ആരാ ചുട്ട? ജാനുവിന്റെ സ്പെഷ്യലാ? ഓ കൊറേ കടിയെല്ലാം ആക്കിനല്ല. ചോന്ന കാര്യമുണ്ടല്ലോ. കുടുംബസംഗമല്ലേ, എല്ലാവർക്കും ചായക്കടി കൊടുക്കുമ്പോ ചുടുന്ന തന്നെയാ നല്ലത്. ബാങ്ങുന്നേലും ഞാൻ എടുത്തന്നെ വെള്ളക്കാരൻ ചൂടാൻ വന്ന പോലെയാണോളെ വർത്താനം. ഓ നീ വന്നു ഇവിടെ, ഞാൻ പേരെ. കാര്യപ്പോ എന്ത് കാര്യപ്പായത്? മധുരൊന്നുമില്ല. എനിക്ക് വെള്ളക്കാര വണ്ടേ ഇഷ്ടല്ല. കൊണൊന്നുമില്ല, വെറുതെ പുല്ലുപോലെ ജാനുവല്ലേ ചുട്ടിന് ഒക്കെ ഇടാ. ദോശ ഇടാൻ അറിയും, കാര്യപ്പം ചൂടാൻ. മധുരം പറഞ്ഞിട്ട് തിന്നുന്നതിന് ഒരു കുറവില്ലല്ലോ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ ജാനു. അകത്തേക്ക് പോയി നോക്കാലോ. എന്നാമ കറിയെല്ലാം ആക്കിനി. സൈതേച്ചി ഇങ്ങോട്ട് വന്നാട്ടെ, നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഡിക്കി പിന്നെ നിങ്ങളെന്നാ വിചാരിച്ചിനി അവരെ കുറിച്ചിട്ട് ഇത്രയും നേരം നിങ്ങളെ കുറിച്ച് കുറ്റം പറയുന്ന ഉണ്ടായി ഇടിയിരുന്നിട്ട്? അവര് രണ്ടാളുടെ നിങ്ങളോട് ആരും ഇപ്പം വർത്താനം പറഞ്ഞ ആരാന്ന്? ദീപയാ? ആ നിങ്ങളെ കുറിച്ച് എന്തെല്ലാം ഇപ്പം പറയാം. നിങ്ങൾ വരുമ്പം ആ പണ്ടാരക്കാലി വരുന്നുണ്ട്, പിന്നെ ആശാ വർക്കറാണ്, എന്നിട്ട് ഡോക്ടറാന്നാ വിചാരം. അങ്ങനെയല്ല പറഞ്ഞാ? ആ നിങ്ങൾ എന്നോടൊന്ന് ചോദിക്കട്ടെ. എന്നാ സൈതേ എന്നെ വിളിച്ചിനാ? എന്നാണ് നീ എന്നെ കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞേ? ആശാ വർക്കർ അല്ല, ഓള് ഡോക്ടറാന്നാ. എന്നാണ് കൈ ചൂണ്ടുന്ന നീ ആളായ മുഖത്ത്? അല്ല നീ എന്നാ ഈ തേച്ചും പറയാണ്ടെന്നാ പോന്ന്? നീയല്ലേ നേരത്തെ കുറെ നേരമായി കൈ മുഖത്ത് ചൂണ്ടിട്ട് വർത്താനം പറയുന്ന കേട്ടത്. നീ എന്താണ് നേരത്തെ പറയുന്നത്? നിങ്ങൾ കേട്ടിട്ടാ? എന്നാലും അങ്ങനെ പറയാൻ പാടില്ലല്ലോ. എനക്കൊരു കുടുംബ സംഗമം വേണ്ട, ഒരു ഒലക്കും വേണ്ട. ഓളെന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല? നിനക്ക് വേണ്ട അലക്കും വേണ്ടേ കുടുംബ സംഗമം?